ശ്രീനാരായണ പരമഗുരവേ നമഃ. ശിശിരീകുർവദേ ശാന്തൈഃ കടാക്ഷൈഃ ശിഷ്യസഞ്ജയാൻ ബ്രഹ്മവിദ്യാ കോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീനാരായണ ഗുരുദേവൻ പലപ്പോഴായി ഭക്തജനങ്ങൾക്കും ശിഷ്യന്മാർക്കുമായി നൽകിയ ഉപദേശങ്ങളാണ് ശ്രീനാരായണ ധർമ്മത്തിലൂടെ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന ഭാഗം സന്യാസ ആശ്രമത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ വരെ സംസാരിച്ചത്. അപ്പോൾ ആരാണ് സന്യാസം എടുക്കാനുള്ള അധികാരി, അതിൻ്റെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സാമാന്യ സൂചനയാണ് തന്നത്. അപ്പോൾ എപ്പോഴാണോ ഒരു വ്യക്തിക്ക് വൈരാഗ്യം ഉണ്ടാകുന്നത്, ആ സമയത്ത് സന്യാസം കൊടുക്കണമെന്ന് ഗുരു അനുശാസിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട വേറൊരു കാര്യം, സന്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് വിദ്വത് സന്യാസം, പിന്നെ ഒന്ന് വിവിധിഷാ സന്യാസം. അപ്പോൾ വിദ്വത് സന്യാസം എന്ന് പറയുന്നത് അറിഞ്ഞിട്ട് സന്യസിക്കുന്നവരാണ്. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവനൊക്കെ അങ്ങനെ ഉള്ള ഇതിൽപ്പെടുന്ന ആളാണ്, വിദ്വത് സന്യാസിമാരാണ്. ബാക്കിയുള്ളതെല്ലാം വിവിധിഷാ സന്യാസം, അറിയാൻ വേണ്ടി സന്യസിക്കുന്നവരാണ്. ഒരുപക്ഷെ ബ്രഹ്മവിദ്യ പഠിക്കുവാനും ആത്മീയമായിട്ടുള്ള സാധനകളൊക്കെ ചെയ്ത് പരമ പുരുഷാർത്ഥമായ മോക്ഷത്തിലേക്ക്, തത്വജ്ഞാനത്തിലേക്ക്, സാക്ഷാത്കാരത്തിലേക്ക് എത്തിപ്പെടാനും വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നവരാണ് 99.4% ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള സന്യാസിമാർ. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സന്യാസത്തെ വിലയിരുത്തുമ്പോൾ അതിന് ഒരുപാട് കോംപ്ലിക്കേഷൻസും കൂടിയുണ്ട്. വിദ്വത് സന്യാസിമാർക്ക് സന്യാസത്തിന്റെ ആവശ്യമില്ല. ശ്രീനാരായണ ഗുരുദേവൻ ശ്രീലങ്കയിലേക്ക് പോകുന്നവരെ കാവി വസ്ത്രം ഉപയോഗിച്ചിട്ടില്ല. ശ്രീലങ്കയിലേക്ക് പോകാൻ നേരത്താണ് കാവി വസ്ത്രം ഉപയോഗിക്കുന്നത്. പിന്നീട് അത് മാറ്റിയിട്ടുമില്ല. പക്ഷേ പല സ്ഥലങ്ങളിലും ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഗുരുദേവൻ മഞ്ഞ വസ്ത്രം ഉപയോഗിച്ചിരുന്നു എന്നുള്ളത്. ഗുരു മഞ്ഞ വസ്ത്രം ഉപയോഗിച്ചിട്ടില്ല. പല പ്രതിമകളിലും പല വരയ്ക്കുന്ന ഫോട്ടോകളിലൊക്കെ ഗുരു മഞ്ഞ വസ്ത്രധാരിയായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മഞ്ഞ എങ്ങനെ വന്നു എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുക്കുമ്പോഴാണ് മഞ്ഞ വസ്ത്രം തീർത്ഥാടകരോട് ഉപയോഗിക്കുവാൻ വേണ്ടി ഗുരു പറയുന്നത്. പക്ഷേ ഭക്തന്മാരെല്ലാവരും കൂടി ഗുരുവിനെയും മഞ്ഞവസ്ത്രധാരിയാക്കി. അതാണ് അതിന് സത്യം. ഇപ്പോൾ ഗുരു വെള്ളവസ്ത്രമാണ് ശ്രീലങ്കയിൽ പോകുന്നവരെ ഉപയോഗിച്ചത്. അതിനുശേഷം കാവി വസ്ത്രം ഉപയോഗിച്ചു. പിന്നീട് അത് മാറ്റിയിട്ടുമില്ല. അപ്പോൾ അത് വേഷത്തിന്റെ ഒരു കാര്യമാണ്. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രത്യേകിച്ച് അവിടെ ഒരു നസിക്കുവാനായിട്ട്, ത്യജിക്കുവാനായിട്ട് ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഈ അവതാരം എടുത്ത സമയം തുടങ്ങി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗുരു
അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ ഗുരുവിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് മറ്റാരുമായിട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ ഈ അറിയാൻ വേണ്ടി ഗുരു സൂചിപ്പിക്കുന്നുണ്ട് ഈ നിത്യാനിത്യ വസ്തു വിവേകം ഒക്കെ ഉള്ള അവർക്ക്, കാരണം അവർക്കും സാക്ഷാത്കാരമാണ് വേണ്ടുന്നത് എന്നുള്ള കടുത്ത ഒരു തീരുമാനത്തിലേക്ക് വരുമ്പോഴാണ് സന്യാസം കൊടുക്കേണ്ടത്. അല്ലാതെ വരുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം ആണ്. അപ്പോൾ പോലും അതിൻ്റെ വരുംവരായികളെ കുറിച്ച് വളരെ സൂക്ഷ്മമായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കണം. അതല്ലെങ്കിൽ അപകടമാണ്. ഇന്ന് കാവ്യവസ്ത്രം എല്ലാവർക്കും കിട്ടും, കടയിലൊക്കെ ഉണ്ട്. അതൊക്കെ വാങ്ങി ഉടുത്തിട്ട് ഞങ്ങളും സ്വാമിമാരാണ് എന്ന് കഴിഞ്ഞ ദിവസം വേറൊരാളും ഇതുപോലെ ഒരു സമുന്നതനായിട്ടുള്ള ഒരു വ്യക്തി സംഭാഷണ മധ്യേ പറയുകയായിരുന്നു, നിങ്ങൾ ദീക്ഷ സ്വീകരിച്ചിട്ടുണ്ട്, ഞങ്ങൾ ദീക്ഷ സ്വീകരിച്ചിട്ടില്ല, അത് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. രാവും പകലും പോലെയുള്ള വ്യത്യാസം ഉണ്ടായിട്ടും അതിനെ അംഗീകരിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെ ഉത്തമരാണ് എന്ന് പറയുന്ന, അപ്പോൾ സാധനാസമ്പന്നന്മാരായിട്ടുള്ള വ്യക്തികൾ, അവരുമായിട്ട് സാധാരണ ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാണ്. അല്ലാത്തവരുണ്ട്, നേരായിരിക്കാം. വസ്ത്രം മാത്രം മാറി നടക്കുന്ന ആളുകളും മറ്റുള്ളവരും തമ്മിൽ വേറെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ഭിന്ന അഭിപ്രായമൊട്ടില്ലാതാണ്. അപ്പോൾ ഈ രീതിയിലാണ് സന്യാസത്തിന്റെ മറ്റുള്ള ചില കാര്യങ്ങൾ കൂടി എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. പിന്നെ എന്താ ഗുരു പറയുന്നത്? വൈരാഗ്യ ചിത്ത വൈശദ്യം വിവേകരഹിത പുമാൻ അർഹത്യേവ ന സന്യാസം ഭ്രഷ്ടം ബീജം ഇവാങ്കുരം. വൈരാഗ്യ ചിത്ത വൈശദ്യ വിവേക രഹിത. വൈരാഗ്യമില്ലാത്തവനും ചിത്ത വൈശദ്യം, അതായത് ചിത്തത്തെ, മനസ്സിന് ആ വേണ്ടുന്ന രീതിയിലുള്ള വൈരാഗ്യം ഇല്ലാത്തവനും അതിന്റെ തിരിച്ചറിവില്ലാത്തവരും, വൈശദ്യം എന്ന് പറഞ്ഞ അതിന്റെ വരുംവരായികളെ കുറിച്ച്. പുമാൻ പുരുഷൻ, അങ്കുരം മുള, ഭ്രഷ്ടം വറുത്തത്, ബീജം ഇവ വിത്തെന്ന പോലെ സന്യാസം ന അർഹതയേവ, സന്യാസം അർഹിക്കുന്നില്ല തന്നെ. അപ്പോ മുള നഷ്ടപ്പെട്ട ഒരു വിത്ത് അത് വിത്തല്ല, അതിൽ നിന്ന് പിന്നെ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ വൈരാഗ്യമില്ലാത്തവനും തിരിച്ചറിവില്ലാത്തവനുമായിട്ടുള്ള വ്യക്തി സന്യസിച്ചാൽ ധർമ്മങ്ങൾ അനുസരിച്ച് അവന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പൂർണ്ണതയിലെത്താൻ പറ്റില്ല. അങ്ങനെയുള്ള ആളുകളാണ് ഈ രീതിയിലുള്ള വൈരാഗ്യവും വിവേകവും, തിരിച്ചറിവ് എന്ന് പറഞ്ഞ വിവേകമാണ്, ഈ രണ്ട് കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇല്ലാത്ത ആളുകൾക്ക് അവർക്ക് സന്യാസം കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല വിത്തിൽ നിന്ന് മാത്രമേ നല്ല അങ്കുരമുണ്ടായി നല്ലൊരു വൃക്ഷമോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചെടിയോ ഉണ്ടാവുകയുള്ളൂ. എന്നും പറഞ്ഞ പോലെ ഈ വ്യക്തിക്ക് ഇങ്ങനെയുള്ള വറുത്ത വിത്ത് പോലെയാണ് അയാൾക്ക്, അല്ലെങ്കിൽ മുള പോയ വിത്ത് പോലെയാണ്. അത് പിന്നെ പ്രയോജനമൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോ ഇന്നത്തെ നമ്മുടെ സമൂഹത്തില്, ഇന്ന് മാത്രമല്ല, നമ്മള് പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയാലും ഈ സന്യാസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിപ്പുണ്ട്, നമ്മുടെ കൺമുമ്പിൽ കാണുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇപ്പൊ ഉത്തമനായിട്ടുള്ള ഒരു ഗൃഹസ്ഥാശ്രമിയെ കുറിച്ച് നമ്മൾ ഗുരു പറഞ്ഞു തന്നു. എത്രമാത്രം ബുദ്ധിമുട്ടാണ് ഒരു ഗൃഹസ്ഥാശ്രമി എന്ന് പറയാനായിട്ട്. പക്ഷെ എല്ലാവരും അങ്ങനെയുള്ള ഉത്തമ ഗുണത്തോടു കൂടിയവരാണോ? അവർക്കതിന് സാധിക്കുന്നുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെയും അങ്ങനെ ഒരു സംസ്കാരത്തിൽ നിന്ന്, ആ ഉത്തമമായിട്ടുള്ള ഗൃഹസ്ഥാശ്രമ സംസ്കാരത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള സന്താനങ്ങളാണ് ഉത്തമരായിട്ടുള്ള സന്യാസിമാരായിട്ടും വരുന്നത്. അപ്പൊ ആ രീതിയിൽ വരാത്തത് കൊണ്ട് അവരുടെ അസൂയയും ദേഷ്യവും അതുപോലെയുള്ള കുശുമ്പും അഹങ്കാരവും, ഞാനെന്ന ഭാവം അല്ലെ, അതാണ് അഹങ്കാരം.
അധികാരത്തിന്റെ ഭ്രമവും അതുപോലെയുള്ള വിഭാഗീയ ചിന്താഗതികളും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആളുകളിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് അത് വിമർശിക്കാൻ പോകേണ്ട ആവശ്യമില്ല. നമ്മളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ വഴിമാറി സഞ്ചരിക്കുക, അത് മാത്രമേ പറ്റുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ജെന്യുവിനാണെങ്കിൽ, സത്യസന്ധരാണെങ്കിൽ, ഈ മാർഗത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജീവിത ദൗത്യത്തെക്കുറിച്ച്, ജീവിതത്തിന്റെ പരമമായിട്ടുള്ള നമ്മൾ എവിടെയാണ് ചേരേണ്ടത്, ഞാൻ എന്തിനു വേണ്ടിയാണ് സന്യസിച്ചത് എന്ന് ഉള്ള അവബോധമുള്ള ഒരാളും എടുത്തുചാട്ടത്തിനോ മറ്റ് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനെ ന്യായീകരിക്കാനുള്ള ശ്രമവും നടത്തില്ല. അവർ വഴിമാറി സഞ്ചരിക്കും. കാരണം ഇതൊന്നും നമുക്ക് ന്യായീകരിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അവിടെ നിശബ്ദമായിട്ട് കാലം തെളിയിച്ചോളൂ. നമ്മൾ സൈലന്റ് ആയിട്ട് നിശബ്ദമായിട്ട് ഇരുന്നാൽ മതി. പക്ഷെ വളരെ അപൂർവമായിട്ട് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രതികരിക്കേണ്ടി വരാം. അങ്ങനെയുണ്ട്. അപ്പോ ഉത്തമരായിട്ടുള്ളവരാരും ആ രീതിയിൽ എന്ത് ചെയ്യുന്നില്ല, അവര് വഴക്കിനും വയ്യാവലിക്കൊന്നും പോകുന്നില്ല. അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അവരുടെ അടുത്തേക്ക് വന്നാൽ. അല്ലാതെ ഞാൻ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം എന്നൊന്നും അവകാശവാദങ്ങളൊന്നും അവരുന്നയിക്കാറില്ല. അങ്ങനെയൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവര് എന്താണ്, അവർക്ക് അല്പമായിട്ടുള്ള ജ്ഞാനമേ ഉള്ളൂ. അതിന്റെ വെളിച്ചത്തിൽ അവർ പറയുന്നു എന്ന് മാത്രം. അപ്പൊ സത്യം പറയുമ്പോൾ പലപ്പോഴും അത് കണ്ടത് പറഞ്ഞാൽ കണ്ണിന് കേടെന്ന് പറയുന്ന പോലെയാണ്. ഉള്ളതുപോലെ പറഞ്ഞാൽ ഒരുപാട് വിരോധികളുണ്ടാവും. അപ്പോൾ ഉപനിഷത്തും പറയുന്നത്, പൂർവികരായിട്ടുള്ള മഹർഷിമാരും പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു മണ്ടനെ പോലെ, ഒരു മൂഢനെ പോലെ ഈ ലോകത്ത് ജീവിച്ചോളണം, എല്ലാം വിളിച്ചു പറയരുത്. പിന്നെ അത്യാവശ്യം ആരെങ്കിലും വരാണെങ്കിൽ അവർ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം എന്നുള്ളതല്ലാതെ മറ്റു അവകാശവാദങ്ങളോ മറ്റ് അധികാര വടംവലിയോ കൊതിയോ ഒന്നും അങ്ങനെയുള്ളവർക്ക് ഉണ്ടാവാറില്ല. പക്ഷെ അങ്ങനെയുള്ളവർ തിരിച്ചറിയാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ വാക്കുകളിലൊക്കെ ഒരുപാട് മധുരമായിട്ടുള്ള ഇതൊക്കെ പറഞ്ഞും ഒക്കെ അവർ പല രീതിയിൽ അവരുടെ കസ്റ്റഡിയിലേക്ക് ആളുകളെ വലിച്ച് കൊണ്ടുപോകാറുണ്ട്. അതിൽപ്പെടുന്ന ആൾക്കാർ ധാരാളമുണ്ട്. അപ്പൊ എപ്പോഴും സത്യസന്ധരായിട്ടുള്ളവര് വളരെ വളരെ അപൂർവമായിരിക്കും. അവര് എവിടെയെങ്കിലും സുഗന്ധം പരത്തി അവരങ്ങനെ കഴിയുന്നുണ്ടാവാം. ഇപ്പൊ കാട്ടിൽ നമ്മൾ പോകുമ്പോഴും എവിടെയൊക്കെയെങ്കിലും ഒരു സുഗന്ധമുള്ള റോസാപ്പൂവോ അല്ലെങ്കിൽ അതുപോലെ സുഗന്ധമുള്ള പുഷ്പം ഉണ്ടാവും. അതിനകത്ത് മുള്ളൊക്കെ ഉണ്ടാവും. അത് അങ്ങനെ അവിടെ പുഷ്പിച്ച് അവിടെ തന്നെ തീർന്നു പോകും. വളരെ അപൂർവം ചിലർ തിരിച്ചറിയുന്നുണ്ടാവാം, തിരിച്ചറിയാത്തവരുണ്ടാവും. അതുകൊണ്ട് ഈ സന്യാസത്തിന്റെ ആ ഒരു യോഗ്യതയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ വിവേകവും വൈരാഗ്യവും ഇല്ലാത്ത വിഗതരാഗമാണ് വൈരാഗ്യം. അതായത് നമ്മൾക്ക് ഈ ഭൗതിക വസ്തുക്കളോടുള്ള വിരാഗം. അപ്പൊ ചോദിക്കാൻ, സ്വാമിയൊക്കെ ഇപ്പൊ ലേറ്റസ്റ്റ് ഫോൺ, ഐഫോണൊക്കെ കൊണ്ടാണല്ലോ നടക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ശരിയാണ്. ഇതൊന്നും ഇല്ലാതെ നടന്ന ഒരുപാട് കാലങ്ങളുണ്ട്. ഇതൊന്നും നമ്മളാരും കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതല്ല. ആരെങ്കിലും ഭക്തന്മാർ തരുന്നു, അതിന്റെ ഉപയോഗം കഴിയുമ്പോൾ അത് ചെയ്യുന്നു. അപ്പോൾ ഭൗതികമായിട്ടുള്ള ഇങ്ങനെയുള്ള വസ്തുക്കളിലൊക്കെ ആവശ്യമില്ലാത്ത ആ ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ അത് വേണമെന്നുള്ള ആഗ്രഹം ഒക്കെയാണ് എപ്പോഴും നമ്മളെ ബന്ധനത്തിൽ പെടുത്തുന്നത്. പക്ഷെ അത് തിരിച്ചറിയണമെങ്കിലാണ് നമുക്ക് വിവേകം വേണമെന്ന് പറയുന്നത്. ചിത്ത വൈശദ്യ വിവേകരഹിതന്മാരായിട്ട് മാറാൻ പാടില്ല എന്നാണ്. അപ്പൊ അതൊക്കെ നമ്മൾ തിരിച്ചറിയണ്ടേ. അപ്പൊ ആ തിരിച്ചറിവ് ഉണ്ടായില്ലെങ്കിൽ ആ തിരിച്ചറിവ് ഉണ്ടാക്കി തരുന്ന ഒരു ഗുരുവിനെ നമ്മൾ കണ്ടെത്തണം. ആ ഗുരുവിനെ നമ്മൾ അനുസരിക്കണം. ആ ഗുരുവിനെ അനുസരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ സന്യാസ ജീവിതമായാലും അർത്ഥവത്താകുകയുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഒരു വസ്ത്രം ഇട്ടതിന് ശേഷം വീണ്ടും ഒരുപാട് പാപങ്ങൾ സമ്പാദിക്കുന്ന കർമ്മങ്ങൾ, ഒരുപാട് അഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സങ്കീർണമായിട്ടുള്ള കർമ്മങ്ങളിലേക്കൊക്കെ നിബന്ധിച്ച് നശിച്ചു പോകും. പിന്നെ അടുത്ത ജന്മം അതിനുവേണ്ടി പക്ഷെ തിരിച്ചറിയില്ല. ദുഃഖം അനുഭവിക്കുന്ന സമയത്ത് താൻ ചെയ്ത പാപങ്ങളാണ് ഇതൊക്കെ എന്ന് തിരിച്ചറിയാൻ പറ്റാതെ കിടന്ന് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും നല്ല ഒരു അവസരം കിട്ടുമ്പോൾ
അതിനെ ദുരുപയോഗപ്പെടുത്താതെ വേണം മുന്നോട്ട് പോകാൻ. അതിന് നമുക്ക് വേണ്ടുന്നത് ഒരു ഉത്തമനായിട്ടുള്ള ഗുരുവിനെയാണ്. ഗുരുലാഭം ഉണ്ടാകണം. അപ്പം അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ഈ വക വാണിംഗ് എല്ലാം തന്നിട്ടുണ്ട്. പക്ഷേ ആ വാണിങ്ങിനെല്ലാം നിഷ്കരണം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പലരും മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മളതൊക്കെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ആ സന്യാസ ജീവിതം പൂർത്തിയാക്കാൻ പറ്റാതെ വഴിതെറ്റി പോകുന്നു. ആ മനുഷ്യജന്മം വളരെ ദുഃഖമയമായി തീരുന്നു. അതോടൊപ്പം അടുത്ത ജന്മത്തിലേക്കും പാപങ്ങൾ അവനെ വേട്ടയാടുന്നു. പിന്നെയോ സ്വമിത്രേഷു കുടുംബേവ മാസ്തു സ്നേഹ പരം യദേഹി സമജീവിഷു യസ്നേഹ സ തത്രാപി പ്രശസ്യതി. സ്വമിത്രേഷു തന്റെ ബന്ധുക്കളിലോ കുടുംബേവ കുടുംബത്തിലോ യദേഹി യതിക്ക് സന്യാസിക്ക് പരം സ്നേഹ മ അസ്തു കൂടുതൽ സ്നേഹം പാടില്ല. സമജീവിഷു എല്ലാ ജീവികളിലുമുള്ള സ്നേഹം യഹ സഹ ഏതൊന്നാണോ അത് തത്രാപി അവിടെ പ്രശംസിക്കപ്പെടുന്നു. അപ്പോ ഇവിടെ ഈ സന്യാസിക്ക് ഒരാൾ ഈ രീതിയിൽ സന്യാസം എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്വന്തക്കാരെന്നോ ബന്ധുക്കളെന്നോ പറയാനില്ല. കാരണം എല്ലാവരും ഒരുപോലെയാണ്. ഈ സ്വന്തം ബന്ധങ്ങളുടെ എല്ലാം വരുംവരായികളെ കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വിരക്തി ഉണ്ടാകുന്നത്, വൈരാഗ്യം ഉണ്ടാകുന്നത്. അതിനാണ് നിത്യാനിത്യ വസ്തു വിവേകമൊക്കെ പറയുന്നത്. അപ്പം ഞാനൊരിക്കല് എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനോട് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ, അന്ന് ഭഗവത്ഗീത പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം ചെന്നൈയിൽ വെച്ചാണ്. അവിടെ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഈ സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ ക്ലാസ്സിൽ ഒരാൾ വളരെ ശക്തിയുക്തം അതിനെ എതിർത്തു. അത് സ്വാമി വെറുതെ പറയുന്നതാണ്. ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ അഭിപ്രായം മാത്രമല്ല, ഇത് കൃഷ്ണനും അതുപോലെ ഗുരുവും അതുപോലെയുള്ള മഹർഷിമാരെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ദർശനമാലയിൽ പറയുന്നുണ്ട്, ഭാര്യ ഭജതു ഭർത്താരം ഭർത്താ ഭാര്യാം ന കേവലം സ്വാനന്ദമേവ ഭജതി സർവോപി വിഷയസ്ഥിതം. അപ്പോൾ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നതും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നതും അതുപോലെ മറ്റുള്ള എല്ലാ ബന്ധങ്ങളും എന്തിനു വേണ്ടിയിട്ടാണ്? സ്വാനന്ദം, സ്വന്തം ആനന്ദത്തിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവരുടെ മഹർഷിമാരുടെയൊക്കെ നിരന്തരമായിട്ടുള്ള ആ ഒരു അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്തിയ സത്യമാണ് അവർ പറഞ്ഞത്, അവരുടെ അനുഭവത്തിന്റെ സത്യമാണ്. പക്ഷേ അവര് വലിയ വൈഷ്ണവ വിശ്വാസികളായിരുന്നു. വിഷ്ണു, കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ജീവനാണ്. ആ ഭഗവത്ഗീതയിൽ പറയുന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ ആ രീതിയിൽ അവരാരും തന്നെ പഠിച്ചിട്ടില്ല. അപ്പൊ അവർക്കാണെങ്കിൽ വീട്ടുകാരുമായിട്ട് ഭയങ്കരമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരിൽ നിന്ന് വീട്ടുകാർക്ക് മറ്റു പ്രയോജനങ്ങളില്ലാത്ത ഒരവസ്ഥ വന്നു. അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന സ്നേഹം ഒക്കെ മാറി വെറുപ്പായി, വിദ്വേഷമായി, തമ്മിൽ പ്രശ്നങ്ങളായി. അങ്ങനെ വന്നപ്പോഴാണ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, സ്വാമി പറഞ്ഞത് 100% ശരിയാണ്. അവന് ഞാനല്ല പറഞ്ഞത്, അത് ഗുരുക്കന്മാരുടെ വാക്കുകളാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ നിമിഷത്തിലും ഈ വക കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. അങ്ങനെ വരുമ്പോൾ, അങ്ങനെയുള്ള ഒരാള് സന്യാസം എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം മിത്രമോ അല്ലെങ്കിൽ കുടുംബമോ അങ്ങനെയുള്ള ആളുകളോട് അങ്ങനെ ഒരു സ്നേഹം, കൂടുതൽ സ്നേഹിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരെ പോലെ തന്നെ ഒരു സ്നേഹം മതി. അപ്പോൾ ഒരിക്കൽ ഇതുപോലെ തന്നെയാണ് ഒരു വ്യക്തി, ഒരു ഗുരു ശിഷ്യന്മാരെയൊക്കെ
ഉപദേശിച്ചുകൊണ്ടിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഈ വിഷയം പറഞ്ഞപ്പോൾ ക്ലാസ്സിലിരുന്ന ഒരാളുടെ അയാൾക്കും അത്ര വിശ്വാസം പോരാ. അപ്പം അയാൾ പറഞ്ഞു, ഭാര്യയും മക്കളൊക്കെ എന്നോട് ഭയങ്കര സ്നേഹമാണ്, അമ്മയ്ക്കൊക്കെ ഭയങ്കര സ്നേഹമാണ്, അതുകൊണ്ട് അങ്ങ് പറയുന്നതിനകത്ത് എനിക്കത്ര പൂർണ്ണ വിശ്വാസമില്ല. അപ്പോൾ ഗുരു ആള് മോശക്കാരനൊന്നുമല്ല. ഗുരു പറഞ്ഞു, അതിന് ഞാൻ നിന്റെ ജീവിതത്തിൽ തന്നെ അതിനൊരു അവസരം ഉണ്ടാക്കി തരാം, നിനക്കത് മനസ്സിലാകും. അതിനൊരു പ്രത്യേക രീതിയിലുള്ള ഒരു മരുന്ന് ഇയാൾക്ക് കൊടുത്തു, ശിഷ്യന് കൊടുത്തു. അപ്പോൾ ഇത് കഴിച്ചു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇയാള് മരിച്ച പോലെ. വീട്ടിൽ ചെന്ന് കുറെ അവിടെ കിടന്നു കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ മരിച്ചു, പെട്ടെന്ന് അങ്ങ് മരിച്ചുപോയി. ശ്വാസമൊന്നുമില്ല, പക്ഷെ ഇയാൾക്ക് ഉള്ളിൽ ബോധമുണ്ട്. അങ്ങനെ ഭാര്യയും അമ്മയും ഒക്കെ ഭയങ്കര കരച്ചില. ഇനി ഞങ്ങൾക്ക് ആരുണ്ടേ എന്ന് ചോദിച്ചിട്ടാണ് കരയുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇയാൾക്ക് ഉള്ളില് ബോധമുണ്ട് ആരൊക്കെയാണ് കരയുന്നത്, എന്ത് പറഞ്ഞാണ് കരയുന്നത്, അതൊക്കെ കേട്ടുകൊണ്ട് തന്നെയാണ് ഇയാൾ കിടക്കുന്നത്. പക്ഷെ മറ്റവർക്ക് അറിയില്ല. ആ സന്ദർഭത്തിലാണ് ഗുരു അവിടെ വരുന്നു. ഗുരു ചോദിച്ചു, എന്ത് സംഭവിച്ചു? എന്നും അറിയില്ല, ഇങ്ങനെ പെട്ടെന്ന് ആൾ മരിച്ചുപോയി, ഞങ്ങൾക്ക് ഇനി ആരുമില്ല, ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്ന ആളാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ രക്ഷിക്കണം. ഗുരു പറഞ്ഞു, അങ്ങനെ രക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷേ വേണമെങ്കിൽ ഒന്ന് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ പറയുന്നു എൻ്റെ ജീവന്റെ ജീവനാണ്, ഭർത്താവാണ്, മകനാണ്. അപ്പൊ അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് എന്തായാലും ഇത്രയും പ്രായമൊക്കെ ആയല്ലോ, അതുകൊണ്ട് ഒരു ജീവൻ പകരം കൊടുക്കുകയാണെങ്കിൽ ഇയാളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പൊ അമ്മ ഒരു കാര്യം ചെയ്യും, ഈ മകന് വേണ്ടിയിട്ട് അമ്മയുടെ ജീവൻ അങ്ങോട്ട് കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ കരച്ചിലൊക്കെ അവിടെ നിന്നു. അമ്മ പറഞ്ഞു, അത് ശരിയാകില്ല, എനിക്ക് അവൻ മരിച്ചുപോയി, ഇനി വേറെ മക്കളൊക്കെ ഉണ്ട്, അവരുടെ കാര്യമൊക്കെ നോക്കണം, അതുകൊണ്ട് എന്റെ ജീവൻ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ മകൻ ഇതൊക്കെ കേട്ടുകൊണ്ടാണ് കിടക്കുന്നത്. ഭാര്യയോടും പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇയാള് ജീവിച്ചു പോയാൽ നിങ്ങളുടെ വലിയ പ്രാണനല്ലേ, അപ്പൊ അതുകൊണ്ട് ഭർത്താവ് ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവൻ കൊടുക്കണം. അപ്പോ എല്ലാവരും പിന്മാറി. കാരണം അവർക്ക് അവരവരുടെ ജീവനാണ് വിലപ്പെട്ടത്. ഇതൊരു സത്യമാണ്. പക്ഷെ ഇതിനെ അംഗീകരിക്കുവാനായിട്ട് പലർക്കും വിഷമമുണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, എന്റെ ജീവൻ ഞാൻ അവന് കൊടുക്കാം. അങ്ങനെ ഗുരു പറയുകയും ഈ മരിച്ചു കിടന്ന മനുഷ്യൻ എഴുന്നേറ്റ് ഇരിക്കുകയും ഗുരുവിനോട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ കൂടെ വരാം, അങ്ങ് പറഞ്ഞതാണ് ശരി. അപ്പോഴേക്കും അമ്മയും ഭാര്യയും മക്കളൊക്കെ വീണ്ടും കരച്ചിൽ വന്നു. അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു, അതുകൊണ്ട് ആരും സ്വന്തമല്ല, എല്ലാവർക്കും അവരവരുടെ കാര്യമാണ് വലുത്, അതിനുവേണ്ടി അവരെന്തും ചെയ്യും. ഇത് അറിവിൽ നിന്നുള്ള വൈരാഗ്യമാണ്, വിരക്തിയാണ്. അപ്പൊ എല്ലാവർക്കും അത് പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. പക്ഷെ വരുംവരായികളെ നമുക്ക് വിവേകം തന്നിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. ഈ നശ്വരമായിട്ടുള്ള ഈ ഭൗതികമായിട്ടുള്ളതിന്റെ പുറകെ നമ്മൾ പോയാൽ നമുക്ക് ദുഃഖമേ ഉണ്ടാകൂ. അതുകൊണ്ട് ഈ രീതിയിൽ കാര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് സന്യസിക്കാത്തവൻ അവന്റെ ബന്ധുമിത്രാദികളോട് അവന് സ്നേഹമുണ്ടാവും, അവന്റെ വരുമാനമൊക്കെ അവിടെ കൊണ്ട് കൊടുക്കും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവരൊന്നും എന്തല്ല, യഥാർത്ഥത്തിൽ സന്യാസിമാരല്ല, അവർക്ക് ഈ ഗുണങ്ങൾ ഉണ്ടായിട്ടില്ല. ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ പറയുന്നതല്ല, ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഗുരുവിന്റെ ജീവിതത്തിലും അത് നമ്മൾ കാണുന്നുണ്ട്. ഭഗവാന്റെ സഹോദരിമാര് ശിവഗിരിയിൽ വന്നപ്പോ ഗുരു അവിടെ ഇല്ല. ഇവിടുത്തെ അന്തേവാസികളായിട്ടുള്ള ഗുരുവിന്റെ ശിഷ്യന്മാര് അവർക്ക് വണ്ടിക്കൂലി കൊടുത്തു. ഗുരു ദിവസവും കണക്ക് നോക്കും. കണക്ക് ബോധിപ്പിച്ചപ്പോ അവിടെ കുറച്ച് പൈസയുടെ കുറവ് വന്നു. ആർക്കും ഗുരുവിന്റെ അടുത്ത് അത് പറയാനായിട്ട് ധൈര്യമില്ല. തന്നെയല്ല, ഗുരുവിനോട് ചോദിക്കാതെയാണ് ഇവർ പൈസ കൊടുത്തത്. ഗുരുവിന്റെ സഹോദരിമാരാണല്ലോ എന്ന് വിചാരിച്ചാണ്. പക്ഷെ അവസാനം പറയേണ്ടി വന്നു. അപ്പോൾ ഗുരു പറയുന്നുണ്ട്,
അത് പാടില്ല. ആളുകൾ തലയ്ക്ക് ഒഴിഞ്ഞു തരുന്ന പൈസ അങ്ങനെ കൊടുക്കുവാനുള്ളതല്ല, ചെലവഴിക്കുവാനുള്ളതല്ല എന്ന് ഗുരു വാണിംഗ് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് വേറൊരു രഹസ്യവും കൂടിയുണ്ട്, അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ടുള്ള ഒരു തലവും കൂടിയുണ്ട്. അതായത് സന്യാസിമാർക്ക് ആരും വെറുതെ പണം കൊടുക്കാറില്ല. വഴിപാടിടുന്നത് വെറുതെ അല്ല. തലയ്ക്കൊഴിഞ്ഞ് അവിടെ സമർപ്പിക്കുന്ന പണം ആ തലയ്ക്കൊഴിഞ്ഞ് ഇടുന്നവരുടെ പ്രാരബ്ധങ്ങളാണ് അവിടെ ഇടുന്നത്. ഒരു മനുഷ്യൻ പ്രയോജനം അനുദ്ദിശ്യ ന മന്ദോപി പ്രവർത്തത എന്നാണ് പറയുന്നത്. പ്രയോജനം ഉദ്ദേശിക്കാതെ ഒരു മന്ദബുദ്ധി പോലും പ്രവർത്തിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഗൃഹസ്ഥന്മാരായാലും ആരായാലും അവർ തലയ്ക്കൊഴിഞ്ഞിടുന്ന പണത്തിന് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ടാവും. അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഭഗവാനിൽ സമർപ്പിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവനും വസ്തു കൊടുത്തിട്ടുണ്ടെങ്കിലും ദക്ഷിണ കൊടുത്തിട്ടുണ്ടെങ്കിലും എന്തായാലും ഇങ്ങനെയുള്ള മഹത്തായ ചില സങ്കല്പങ്ങളിൽ കൊടുത്തിരിക്കുന്നതാണ്. അതിന്റെ കർമ്മം മറ്റുള്ളവർക്ക് താങ്ങാൻ പറ്റില്ല. ആ ദോഷങ്ങൾ സ്വന്തക്കാരായാലും ശരി, മറ്റുള്ളവരായാലും ശരി. ഭക്ഷണമൊക്കെ നമുക്ക് കഴിക്കാം, പക്ഷെ അവിടെ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോവുക, അത് സന്യാസിമാരായാലും ശരി, ഗൃഹസ്ഥന്മാരായാലും ശരി, ആ പണത്തിനെല്ലാം കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് പോലും ദക്ഷിണ തരുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിലൊരു സങ്കല്പം ഉണ്ടാവും. അതുകൊണ്ട് അറിയാവുന്ന ആളുകൾ അങ്ങനെ ദക്ഷിണ വാങ്ങിക്കാറുമില്ല. പിന്നെ അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകാൻ അതൊക്കെ വരും, പക്ഷെ അതിനകത്ത് ആർത്തി പാടില്ല. അപ്പൊ ഇങ്ങനെയാണ് എങ്കിൽ ഈ പൈസ സ്വന്തം എന്ന് പറയുന്ന വീട്ടുകാർക്കോ മറ്റുള്ളവർക്കോ ഒക്കെ കൊടുക്കുമ്പോൾ അവർക്ക് എങ്ങനെ ഈ കർമ്മത്തിന്റെ ദോഷങ്ങളെ മാറ്റാൻ പറ്റും? ഇപ്പൊ സന്യാസിമാര് അതൊരു പരിധിവരെ മാറ്റുന്നത് എങ്ങനെയാണ്? അവര് ദിവസമുള്ള ജപവും ധ്യാനത്തിലൂടെ, സാധനയിലൂടെ അതിനെ എരിച്ചു കളയാണ്. ഇത് ചെയ്യാത്ത ആളുകളാണ് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അസുഖമൊക്കെ ബാധിച്ച് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളിൽപ്പെട്ട് നശിച്ചു പോകുന്നു. അപ്പൊ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? സന്യസിച്ചിട്ട് മറ്റുള്ള ബന്ധങ്ങൾ സൂക്ഷിക്കുക. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള കർമ്മങ്ങളെയും കൂടി കണ്ടിട്ട് വേണം ചെയ്യാൻ. ഇവിടെ ഗുരുവിൻ്റെ തന്നെ ഒരു ശിഷ്യനുണ്ടായിരുന്നു, കൊല്ലം മൺട്രോത്തുരത്തിൻ്റെ അടുത്ത് ഷൺമുഖാനന്ദ സ്വാമികൾ എന്നറിയപ്പെടുന്നു. അവിടെ ഒരിക്കൽ ഞാൻ പോയിരുന്നു. അദ്ദേഹം സ്കൂളും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അവിടെ ചുറ്റുപാടുമുള്ള ആളുകളെ ആശ്രമത്തിൽ വരുമ്പോൾ ആശ്രമ രീതികളും ഒക്കെ പഠിപ്പിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഒരിക്കൽ അവിടെ ചെന്നപ്പോൾ സ്വാമിജിയുടെ ശിഷ്യന്മാരായിട്ടും അന്നത്തെ കുട്ടികളൊക്കെ ആയിട്ടുണ്ടായിരുന്ന ആളുകൾ, പ്രായമായിട്ടുള്ളവർ. അപ്പം എന്തൊരാൾ പറയുമായിരുന്നു, ഒരിക്കൽ ഞങ്ങളിവിടെ ഞാൻ വരുമ്പോൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ സ്വാമിജി ചോദിച്ചു, നീ ആശ്രമത്തിൽ എന്തെങ്കിലും സേവ ചെയ്തിട്ടാണോ ഭക്ഷണമൊക്കെ കഴിച്ചത്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ ഒന്നും ചെയ്തില്ല. അങ്ങനെ വരാൻ പാടില്ല. ഇത് ആശ്രമമാണ്, പലരും തരുന്ന പണമാണ്. വെറുതെ നമ്മൾ ഇവിടെ നിന്നൊന്നും സ്വീകരിക്കരുത്. എന്തെങ്കിലും നമ്മളിവിടെ ചെയ്തിട്ട് വേണം സ്വീകരിക്കാൻ. അല്ലെങ്കിൽ അതിന് സൂക്ഷ്മമായിട്ടുള്ള ചില കടം അവിടെ കിടക്കും. അങ്ങനെ കടമുള്ളവരായി നമ്മൾ മാറാൻ പാടില്ല. അതിനുശേഷം അദ്ദേഹം പറയായിരുന്നു, ഞാൻ എപ്പോൾ വന്നാലും എന്തെങ്കിലുമൊക്കെ അവിടെ എന്നെക്കൊണ്ട് പറ്റുന്ന, ഞാനൊന്ന് ചെറുപ്പമായിരുന്നെങ്കിലും പറ്റുന്ന രീതിയിൽ സേവകളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ അങ്ങനെ. അപ്പോൾ സ്വാമിജി ഞങ്ങൾക്ക് അങ്ങനെയാണ് പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുകയുണ്ടായി. തീർച്ചയായിട്ടും അതാണ് ശരി. നമ്മൾ ആശ്രമത്തിൽ നിന്ന്, പ്രത്യേകിച്ച് സത്യസങ്കല്പം അല്ലെങ്കിൽ സാക്ഷാൽ പരബ്രഹ്മസ്വരൂപനായി വിരാജിച്ചിരുന്ന ഗുരുവിൻ്റെ ശിഷ്യന്മാരും ഭക്തന്മാരും ഒക്കെ ഗുരു സമ്പാദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഗുരുവിന് ലഭിച്ചിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു കർമ്മം നമ്മളെയും പിന്തുടരും. അത് നമ്മൾക്ക് ദോഷമായി ഭവിക്കാതിരിക്കണമെങ്കിൽ ഇതൊക്കെ ഒരു പാഠമായി നമ്മൾ
കണ്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അല്ലാതെ ഞങ്ങൾക്കെല്ലാം അവകാശപ്പെട്ടതാണ് ഇത് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണാം. എന്ത് അവകാശമാണ്? നമ്മൾ നേരിട്ട് ഗുരുവിനോട് എന്ത് നന്മയാണ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ അവബോധമുള്ളവർ നമുക്ക് കിട്ടുന്ന അവസരം, ഗുരുവിന് സേവ ചെയ്യാൻ കിട്ടുന്ന അവസരം പരിപൂർണമായി ഉപയോഗപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ്? ഭഗവാൻ എനിക്കൊരു അവസരം തന്നല്ലോ, അതിന് ഞാൻ എത്രയോ പുണ്യം ചെയ്തവനായിരിക്കണം. അതുകൊണ്ട് ഞാൻ ഭഗവാന് കൊടുക്കുന്നത് ആരെയും ബോധിപ്പിക്കാനല്ല, ഞാൻ ഭഗവാന് സേവ ചെയ്യുന്നത് ആരെയും ബോധിപ്പിക്കാനല്ല എന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ ഗുരുവിലേക്ക് കൂടുതൽ അടുക്കുന്നത്. അതുകൊണ്ട് ഓരോ സന്യാസിക്കും ഈ ഒരു അവബോധം ഉണ്ടാകണമെന്നാണ് ഗുരു ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? സന്യാസം എടുത്തു കഴിഞ്ഞാൽ സ്വന്തക്കാരോടും വീട്ടുകാരോടും ബന്ധുക്കളോടും ഒന്നും യാതൊരു മമതയും വെച്ചു പുലർത്തരുത്. പുലർത്തിക്കഴിഞ്ഞാൽ അയാൾക്കും ദോഷമാണ്, ആ കുടുംബക്കാർക്കും ദോഷമാണ്. നേരെ മറിച്ച് അദ്ദേഹം പരിപൂർണനായിട്ടുള്ള ഒന്നും സ്വീകരിക്കാതെ എല്ലാവരോടും സമബുദ്ധിയോടുകൂടി സാധനാസമ്പന്നനാണ് എങ്കിൽ ആ കുലത്തിന് കുലം പവിത്ര ജനനീ കൃതാർത്ഥ വസുന്ധര പുണ്യവതീചതേന എന്ന് പറയുന്ന ആ പുണ്യത്തിലേക്ക് ആ അമ്മയും അച്ഛനും അവരൊക്കെ ഉയർത്തപ്പെടും. അതല്ലെങ്കിൽ അതിന്റെ എത്രയോ ഇരട്ടി ആഴത്തിലേക്ക് പാപത്തിലേക്ക് അവർ നിപതിക്കും. അതിന് രണ്ടുപേരും ഇടയാകരുത് എന്നാണ് ഇവിടെ ഗുരു സൂചിപ്പിക്കുന്നത്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്, ഉത്തമമായിട്ടുള്ളത് എന്ന് ഗുരു പറയുകയാണ്. തീർച്ചയായിട്ടും ആ രീതിയിലേക്ക് നമുക്കും മുന്നോട്ട് പോകാം. ഇവിടെയും ഓരോ വ്യക്തികൾക്കും, ഗൃഹസ്ഥാശ്രമികൾക്കും ഭക്തന്മാർക്കും അതുപോലെ സന്യാസം സ്വീകരിക്കാൻ മനസ്സുള്ളവരൊക്കെ അറിഞ്ഞിരിക്കേണ്ട, സ്വാംശീകരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്. നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.